ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് വളരെ കൊതിച്ചതുമായ ഒരു കാര്യം നിങ്ങൾക്കായി കർത്താവ് ഒരുക്കി തരുന്ന, അതൊരു സമ്മാനം പോലെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന മനോഹരമായൊരു സുദിനമാണ് ഈ വന്നിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആ വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്താൻ പോകുന്നു. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി വരികയാണ് പ്രിയപ്പെട്ടവരെ. നന്മകൾ ഒരുപാട് ഒരുങ്ങപ്പെടുകയാണ്. നിന്നെ ഒരിക്കലും തകർന്നു പോകാൻ വഴിയാധാരമായി തീരാൻ യേശു വിട്ടുകൊടുക്കത്തില്ല. അനുഗ്രഹത്തിൽ നിന്ന് ശ്രേഷ്ഠമായ മറ്റൊരു അനുഗ്രഹത്തിലേക്ക്, നിലവിലുള്ളതിൽ നിന്നും ഉന്നതമായ മറ്റൊരു പുതു സാഹചര്യത്തിലേക്ക്, അങ്ങനെ നിമിഷം ചെല്ലുന്തോറും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ തൻ്റെ സാന്നിധ്യത്തിൽ ധന്യമാക്കുന്ന ഒരു ദൈവകൃപയ്ക്കകത്താണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം വളർന്നുകൊണ്ടിരിക്കുന്നത്. കൺമുമ്പിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു ദുഃഖ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ആഴമായി രൂപാന്തരപ്പെടുത്തും. വേദനകൾക്ക് അവിടുന്ന് പരിഹാരം ഒരുക്കും. ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ വരികയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ദൈവിക ദൂത് ശ്രവിക്കാം. കർത്താവ് ഒരുക്കുന്ന ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവസാന വചനങ്ങളിലേക്ക് വരുമ്പോൾ നസറേനായ യേശു എന്ന് കുരുടനായൊരു മനുഷ്യൻ കേൾക്കുകയാണ് തൻ്റെ സമീപത്തോടെ യേശു കടന്നു വരുന്നു എന്നുള്ളത്. എന്നിട്ട് അയാൾ ഉറക്കെ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ളതായ വചനങ്ങളിൽ നിന്നാണ് ഈ വേദഭാഗം പറയാൻ കഴിയുന്നത്. 51-ാമത്തെ വചനത്തിൽ യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അയാളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? അയാൾക്ക് വേണ്ടത് കാഴ്ചയാണ്, കണ്ണിൻ്റെ കാഴ്ചയാണ് അയാൾക്ക് വേണ്ടത്. പക്ഷേ ആ കാഴ്ച എല്ലാവരെ കൊണ്ടും തരാനൊന്നും പറ്റുന്ന കാര്യമല്ല. അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ലോകത്ത് വേറെ ആരും അതുമായി തൻ്റെ മുമ്പിൽ വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്നത് യേശുവിനും മാത്രം തരാൻ കഴിയുന്ന ആ സമ്മാനം, ലോകത്ത് വേറെ ആരെക്കൊണ്ടും ഒരുക്കാൻ കഴിയാത്തത്, അത് നിങ്ങൾക്ക് തരാൻ തക്ക വിധം നിങ്ങളിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ തൊട്ടു മുൻപിൽ ദൈവം വരും. കർത്താവ് വരും. ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ തരാൻ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു നാൾ പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമാണല്ലോ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ഒരു പ്രേരണയായത്. 100 പ്രശ്നങ്ങളെ ഫേസ് ചെയ്തപ്പോഴും ഇന്നല്ലേ നാളെ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമെന്നുള്ളൊരു ഉറപ്പിൽ നാം മുന്നോട്ടേക്ക് പോയതിന് ഈ ഒരു കാരണം വലിയ തോതിൽ നമ്മൾക്ക് നിർണായക ശക്തിയായി നമ്മുടെ കൂടെ ഇരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ആ ദൈവപ്രവൃത്തി കാത്തിരുന്നതിന് അനുപാതമായി നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. കർത്താവ് അത് നിങ്ങൾക്കായി ഒരുക്കുകയാണ്. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ യേശുവിനോട് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉടനെ കാഴ്ച പ്രാപിച്ചു ആ യാത്രയിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്ന ഈ ആഗ്രഹം, ഒരിക്കൽ പോലും യേശുവിനോട് നേരിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഈ മോഹം, യേശു അരികിലുണ്ടെന്നുള്ള തിരിച്ചറിവിൽ വാവിട്ട് അലറി വിളിച്ച അയാൾ ദിഗന്ധങ്ങൾ പിളരുന്ന വിധത്തിൽ, എനിക്ക് സഹായം വേണമേ റബൂനി, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ യേശു അരികിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ചെയ്തു തരേണ്ടത്? ദൈവം ചിലത് ചെയ്യും. ഞാൻ എന്ത് ചെയ്തു തരണമെന്നുള്ളത് നിനക്ക് പറയാൻ ഞാൻ അനുവാദം തരുന്നു. നീ പറയുന്നത് നിനക്ക് തരത്തക്ക വിധം നിന്റെ കൺമുമ്പിൽ ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, നീ പറയുന്നത് നിനക്ക് നൽകി തരത്തക്ക വിധം കർത്താവ് നിന്റെ കൺമുമ്പിൽ ഇന്ന് വന്ന് നിൽക്കുന്നു. ഇതൊരു വലിയ ധൈര്യമാണ്. നാം ചോദിക്കുന്നത് തരാൻ ദൈവം എഴുന്നള്ളുന്നു. നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരുക്കാൻ കർത്താവ് കടന്നു വരുന്നു. നാം സ്വപ്നം കണ്ട് ഉള്ളിൽ താലോലിച്ചിരുന്നതിനെ നമുക്ക് ഏൽപ്പിച്ചു തരാൻ യേശു നമ്മുടെ അരികിലേക്ക് വരുന്നു. അത് ഈ ഭൂമിയിൽ എന്തായാലും ഒരു മനുഷ്യരുടെ കരങ്ങളാലും രൂപപ്പെടുത്താൻ കഴിയാത്തത്ര
വിലപിടിപ്പുള്ളൊരു സ്വപ്നമായിരുന്നു കുരുടൻ കരങ്ങളിൽ കൊണ്ടു നടന്നത്, ഉള്ളിൽ താലോലിച്ചിരുന്നത്. ഒരു നാൾ ഞാൻ നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിക്കും, ഒരു നാൾ ഈ സൂര്യനെ ഞാൻ കാണും, ചന്ദ്രനിലാവിൽ ഞാൻ ഒരു നാൾ മിഴി തുറന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കും. പാറിപ്പറക്കുന്ന പറവകളെയും മനോഹരമായ പുഷ്പങ്ങളെയും ഞാൻ എൻ്റെ കണ്ണിനാൽ കാണും. ഇന്ന് വരെ ഒരു ഭാവന സങ്കല്പതലത്തിൽ മാത്രമായി നിലനിന്നിരുന്ന ഇത്തരം ചിന്തകൾ, ഇത്തരം ഓർമ്മകൾ മനസ്സിൽ മാത്രമായി കണ്ടിരുന്നത് ഞാൻ നേരിട്ട് താലോലിക്കത്തക്ക വിധം, ആസ്വാദ്യകരമാക്കത്തക്ക വിധം എനിക്കത് അനുഭവവേദ്യമാവും. ഇത് തരാൻ തക്ക വിധത്തിൽ ദൈവം എൻ്റെ കൺമുമ്പിൽ എത്തുന്നു. അത് നൽകാനുള്ള ശക്തി യേശുവിൽ ഞാൻ കാണുന്നു. ഈ ബോധ്യത്തെയാണ് വിശ്വാസമായി ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ കാണുന്നത് ഭൂമിയിൽ മറ്റൊരുവിധ സാഹചര്യങ്ങളാലും രൂപപ്പെടാൻ നിർവാഹമില്ലാത്തതും, മറ്റെവിടെ പോയാലും നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതും, നിങ്ങളിരിക്കുന്ന ജീവസാഹചര്യത്തിൽ ഒരു നാളും വരാൻ പോകുന്നില്ല എന്ന് എല്ലാവരും വിധി എഴുതുന്നതുമായ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ സ്വന്തമായി തീരുന്ന ആ നിമിഷമാണ് ഇവിടെ സംഭവിക്കുന്നത്. നീ ഉള്ളിൽ കൊതിച്ചത് ദൈവം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഓർഡർ ഇടുന്ന, ദൈവം അതങ്ങ് കൽപ്പിച്ചു തരുന്ന ആ സുദിനം വന്നിരിക്കുന്നു. പ്രതീക്ഷ നിങ്ങളുടേതാണ്. നിന്റെ പ്രതീക്ഷയാണ് ദൈവസന്നിധിയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചതോ ഇന്നലെ പ്രാർത്ഥിച്ചതിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനകൾക്കകത്തുപോലും ഇടം പിടിക്കാതെ ഉള്ളിൻ്റെ ഏതോ ഒരു കോണിൽ അങ്ങ് ദൂരെ മാറി ഒറ്റയ്ക്കൊരു കസേര മാത്രം മാറ്റിയിട്ട് മാറിയിരിക്കുന്ന ഏകനായൊരു വ്യക്തിയെ പോലെ, മറ്റാരുടെയും ഇടകയിലേക്ക് കയറാതെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരാളെ പോലെ, ഹൃദയത്തിൻ്റെ 100 ആവശ്യങ്ങൾക്കിടയിലെങ്ങും കയറി വന്നിരിക്കാതെ ദൂരെ മാറി നമ്മുടെ സ്വപ്നമായി, നമ്മുടെ ആഗ്രഹമായി ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ആവശ്യത്തെ, ആ സുന്ദര സ്വപ്നത്തെ ദൈവം സ്പർശിക്കുന്നു. ദൈവം അതിനെ പരിഗണിക്കുന്നു. ഞാൻ അത് നിനക്ക് ചെയ്തു തരാമെന്ന് നമ്മളോട് സംസാരിക്കുന്നു. ഈ ഒരു ചിന്തയിൽ ജീവിതത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ ചന്തം വിരിയുകയാണ്. ഞാൻ ചെയ്തു തരാം, ഞാൻ നിനക്കത് പകർന്നു തരാം, ഞാൻ നിനക്കത് ഒരുക്കിത്തരാം. അതുപോലെ ആയിത്തീരട്ടെ. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ ആഭയാചനകളും ഒരു വഴിക്ക് ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഒരു പ്രാർത്ഥനയിൽ പോലും നീ ചോദിക്കാത്ത ചില കാര്യങ്ങളെ ദൈവം പരിഗണിക്കുന്നൊരു നാൾ നിങ്ങളുടെ കൺമുമ്പിലുണ്ട് എന്ന് ഞാൻ പറയട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഒരു യാചകനായി കണ്ണുപൊട്ടനായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ദിവസത്തെ ആവശ്യമാണ് അയാളുടെ ആഹാരം. തപ്പിത്തടഞ്ഞ് പെരുവഴിയോരത്ത് യാചകനായിരിക്കുന്ന തൻ്റെ വയറൊരു ദിനം നിറയ്ക്കുക എന്ന് പറയുന്ന അയാളുടെ ജീവിത സന്ധാരണത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഒരു നാൾ എൻ്റെ മിഴിയും തുറക്കപ്പെടണമെന്നുള്ള അയാളുടെ സ്വപ്നം. യേശു സംസാരിച്ചത് അയാളുടെ സ്വപ്നത്തോടാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തോടാണ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. നിന്റെ ദുഃഖങ്ങൾ ഒരു വശത്തുണ്ട്, നിന്റെ നെടുവീർപ്പുകളും വേദനകളും ഒരു വശത്തുണ്ട്. ഓരോ ദിവസവും നീ കേൾക്കുന്ന മനുഷ്യ അധരങ്ങളിലെ ശാസനകൾ മറുവശത്തുണ്ട്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്ന എല്ലാ ഇടിച്ചു താഴ്ത്തുന്ന വാക്കുകളും നിന്റെ പരിസരങ്ങളിലുണ്ട്. അപ്പോഴും നിന്റെ മനോഹരമായിരിക്കുന്ന ഏകാന്തതകളിൽ നീ തലോടിക്കൊണ്ടിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന സന്തോഷത്തെ, സ്വപ്നത്തെ യേശു കാണുന്നു. കർത്താവ് അതിനെ കണ്ട് സംസാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹം എന്ത് എന്നാണ് ഇവിടെ ചോദ്യം. ആഗ്രഹം പറഞ്ഞു, കാഴ്ചയാണ്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നമായി ചേക്കേറപ്പെട്ടത്, ഹൃദയത്തിൽ വല്ലാതെ ആഗ്രഹമായി കിളിർത്തു പൊന്തുന്നത്, നിന്റെ വിശ്വാസമായി അത് പരിണമിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ ആശംസ ഇതാ കടന്നു വരുന്നു. തമ്പുരാന്റെ അനുഗ്രഹം അതിൻ്റെ മേൽ വരുന്നു. ഈ അനുഗ്രഹത്താൽ ആ കാഴ്ചയിലേക്ക് മിഴി തുറക്കപ്പെടുകയാണ്. 1 സ്ക്വയർ ഫീറ്റ് പോലും വലിപ്പമില്ലാത്ത മനുഷ്യൻ്റെ ഈ ചെറിയ മുഖത്തെ, വളരെ ലോലമായിരിക്കുന്ന ഈ 2 കണ്ണുകൾക്കിടയിലെ ഒരു കടുകിൻ്റെയോ അല്ലെങ്കിൽ ഒരു കുരുമുളകിൻ്റെയോ മാത്രം വലിപ്പമുള്ള ഈ കുഞ്ഞു ലെൻസ് എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് തിമിരാന്തത കടന്നു കയറുമ്പോൾ ഒരു ജീവിതമാണ് ഇരുണ്ടുപോകുന്നത്. ആ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് അതിനകത്ത് കാഴ്ചയുടെ ദീപം കത്തിക്കുന്ന ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്നു. ആ ദീപം തെളിയുന്നതോടുകൂടെ അയാൾ ലോകത്തിന് മനോഹാരിത കാണുന്നു, മനുഷ്യരെ കാണുന്നു, സാഹചര്യങ്ങളെ ദർശിക്കുന്നു. ഒറ്റ വാക്കുകൊണ്ട്
ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ അവയവമായ നേത്രത്തിൻ്റെ ദുരിതത്തെ യേശു എടുത്തു കളയുന്നു. ബാക്കി എല്ലാ അവയവങ്ങളും പ്രവർത്തന സജ്ജമാണ് എങ്കിലും ഈ ഒരു വൈകല്യം മാത്രം എന്നും ഒരു വേദനയാണ്. അത് ജീവിതത്തെ മുഴുവൻ കൂരിരുട്ടിലാക്കി കളയുകയാണ്. യേശു അവനോട് പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇനി അവരുടെ തിരുത്തുന്ന പരിപാടിയില്ല. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. യേശു നടന്ന പോലെ നിങ്ങൾ നടക്കുന്ന, മറ്റുള്ളവർ പോകുന്നത് പോലെ നിങ്ങളും പോകുന്ന, ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് കഴിയാതിരുന്ന ആ വലിയ കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നു. ഇരുട്ട് ബാധിച്ച ജീവിതത്തിൽ നിന്നും പ്രകാശം വിരിയുന്ന പുതിയ സന്തോഷം ഇന്ന് ഓപ്പണാകുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഒത്തിരി വേദനകളുടെയും ഭാരങ്ങളുടെയും നടുവിൽ ദൈവാലോചന കേട്ടവർ, ഇത്രയും നാൾ ജീവിതത്തിൽ ഇല്ലാതെ പോയ പലതും ഒറ്റ വാക്കിനാൽ യേശു സൃഷ്ടിച്ചു നൽകുന്നതിൻ്റെ സന്തോഷം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ദൈവകൃപയിൽ ഇന്ന് പകൽ മുന്നോട്ടേക്ക് നീങ്ങുന്നു. കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ഇവരെ യേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. കൃപയാൽ ദൈവം മൂടുന്നതിനായിട്ട് സ്തോത്രം. അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. ഇന്നിവരുടെ സ്വപ്നങ്ങൾ, ഉദ്ദിഷ്ടകാര്യങ്ങൾ സഫലമാവട്ടെ. യേശു മഹാരാജാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഫ്രൈഡേ ആണെന്നറിയാലോ. അനുഗ്രഹീതമായ ശുശ്രൂഷ കോട്ടയത്ത് IMA ഹാളിൽ നാളെ നടക്കുന്നുണ്ട്. ഇത് 2026 ജനുവരി മാസമാണല്ലോ നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. ഈ വരുന്ന ഞായറാഴ്ച കോട്ടയം IMA ഹാളിൽ തന്നെയാണ് നമ്മുടെ ആരാധനയും നടക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ദൂത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണേ. ഗോഡ് ബ്ലസ് യു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ.